ഏയ് കോർക്കാൻ വന്നൊന്നും അല്ലടോ. അല്ലെങ്കിലും ആയുധമെടുത്തുള്ള കളി പണ്ടേ പ്രതാപവർമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു തനിക്കറിയില്ലേ? അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ ആയുധം എടുക്കൂ. എടുത്താ പിന്നെ തീർത്തിട്ടേ മാറും. എന്താടോ പ്രതാപവർമ്മേ, വീരശൂര പരാക്രമികളായ മകളെയും മരുമോനെയും കൊണ്ട് താൻ എന്നെ പേടിപ്പിക്കാമെന്ന് കയറിയതാണോ? അങ്ങനെ പേടിക്കുന്നവനൊന്നും അല്ല ഈ അനന്തംപിള്ള. താൻ എന്തിനാടോ എഴുതാപ്പുറം വായിക്കുന്നത്? ഒരു യുദ്ധത്തിനും വന്നവരല്ല ഞങ്ങൾ. ഒരു വലിയ കാര്യത്തിന് തന്നെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. താൻ വിചാരിക്കുന്നുണ്ടാവും എന്റെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയതല്ലേ, പിന്നെ എന്തിനു ക്ഷണിക്കാൻ വന്നു വന്നു? ഞാൻ അതല്ലേ ആലോചിക്കുന്നത്. തന്റെ ശവവടക്കിന് ക്ഷണിക്കാൻ തനിക്ക് വരാൻ പറ്റില്ലല്ലോ. സംസാരം മര്യാദയ്ക്ക്. തിണ്ണമെടുക്ക് കാണിച്ച തിരിച്ചും പ്രതീക്ഷിക്കാം 10 ഇരട്ടിയായി. രാജു പോട്ടെ. കാട്ടുപോത്തിന്റെ നാവിന്ന് ഗീതാസുക്തം പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലേ രാജു? പ്രതാപവർമ്മേ, വന്ന കാര്യം എന്താണെന്ന് വെച്ചാ അത് മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞിട്ട് പോ. വഴക്കിന് വന്നാൽ അനന്തംപിള്ളയും ഒട്ടും അങ്ങോട്ട് പിറകോട്ടല്ലാന്ന് തനിക്കറിയാലോ. ഞാൻ പറഞ്ഞല്ലോ, വഴക്കിനൊന്നും വന്നതല്ല. ഒരു നല്ല കാര്യത്തിന് തന്നെ ക്ഷണിക്കാൻ വന്നതാ. ബാക്കി എന്റെ മോള് ഋതിക വർമ്മ പറയും. അവളാണിപ്പോ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ. പൊളിറ്റിക്കൽ അഡ്വൈസറോ? ഈ പ്രാഞ്ചി നടക്കുന്ന കൊച്ചുകൂട്ടിയോ? നിർത്തറോ. പോകുന്നതിന് മുമ്പ് ഇയാള് 2 ചോദിച്ച് മേടിക്കും. പ്രായമായവരെ തല്ലുന്നത് മഹാപാപമാണെന്ന് എന്റെ അച്ഛൻ മിസ്റ്റർ വേണു പറയുന്നത്. പറയാനുള്ളത് അയാളോട് പറയും. നമുക്ക് പോവാം. മിസ്റ്റർ അനന്തംപിള്ളെ, നിങ്ങൾ തകർത്തൊരു പ്രസ്ഥാനമില്ലേ, ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം. എന്റെ അപ്പൂപ്പനും അച്ഛനും മറ്റു 10,000 പേരും കൂടി ചേർന്ന് ചോരയും നീരും വറ്റിച്ച് കെട്ടിപ്പടുത്ത പ്രസ്ഥാനം. ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന് പുതുജീവൻ നൽകുക. കൊടിയുടെ നിറം മാറില്ല, ചിഹ്നം മാറും. വീഞ്ഞും കുപ്പിയും പഴയത് തന്നെ. പക്ഷേ പണ്ട് അതിലുണ്ടായിരുന്ന തന്നെ പോലത്തെ ചില കീടങ്ങളെ ഞങ്ങൾ എടുത്തങ്ങ് പുറത്തു കളഞ്ഞു. അത്രേ ഉള്ളൂ. നാളെ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങാണ്. അപ്പോ തന്റെ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയായിരിക്കും തന്റെ പ്രധാന എതിരാളി.